ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ കുഞ്ഞാവയ്ക്ക് ഇപ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ ഒരു ഹോളാണ് കേട്ടോ. ഇന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിത് പാക്കറ്റ് പൊട്ടിക്കുന്ന അൺപാക്കിംഗ് ഒന്നായിട്ട് കാണിക്കുന്നില്ല. ഞാനിത് കിട്ടിയ ഉടനെ തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് അത് ആറി ഒരുവിധം ചെറിയ ചൂടിൽ തന്നെ ഉള്ളപ്പോൾ ഇത് ഫുള്ള് എല്ലാ സാധനങ്ങളും തുറന്ന് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് ഇട്ടു. എന്നിട്ട് അത് എടുത്ത് അതിങ്ങനെ വെള്ളം വാർത്ത് വെച്ചിട്ടാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു ഫീഡിങ് ബോട്ടിലാണ് കാണിക്കുന്നത്. ഫീഡിങ് ബോട്ടിൽ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ കുറുക്കൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതാ മൂടി. ഇത് സിലിക്കോൺ മെറ്റീരിയലാട്ടോ, വളരെ കംഫർട്ടബിളാണ്. ഈ സ്പൂൺ വഴി നമുക്ക് കൊടുക്കാം. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്കിതിന് ഇതുപോലൊരു ക്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് അടക്കാനും പറ്റും. അപ്പോൾ നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രസ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് തീരെ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്താണ് മെയിനായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം എടുത്ത് നടന്നൊക്കെ ഫുഡ് കൊടുത്ത് വല്ല കുട്ടികളങ്ങനെ കിടന്ന് കഴിക്കുന്ന ഒരു ഇതല്ലല്ലോ. അപ്പോൾ വല്ല കാക്കയോ പൂച്ചയോ ഒക്കെ കാണിച്ചു കൊടുത്തൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ കൊണ്ടു നടന്ന് ഭക്ഷണം കൊടുക്കുവാണെങ്കിലും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ്. പിന്നെ ഒന്ന് ഇതാണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് പല്ല് വന്നിട്ടുണ്ട്, താഴെ 2 പല്ല് വന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെയാണ് പല്ല് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ റോബസ്റ്റ പോലുള്ള പഴം, അതുപോലെ എന്താ പറയുക, ഓറഞ്ചിൻ്റെ അല്ലി, അല്ലെങ്കിൽ വാട്ടർമെലൺ, തണ്ണിമത്തൻ, അങ്ങനെ എന്താണോ ഓരോ ഫ്രൂട്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചെറിയ പീസാക്കി ഇട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അടച്ച് ഇതിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ 2 ഭാഗങ്ങളുകൊണ്ട് അവർക്ക് പിടിക്കാൻ, ഇപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് മുറുക്കി പിടിക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ടല്ലോ, അത് വെച്ച് പ്രസ്സാവുമ്പോൾ ഇതിൽ കൂടെ കുട്ടിയുടെ വായിലേക്ക് എത്തിക്കോളും. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്തു. വന്നപ്പോൾ തന്നെ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇപ്പോൾ സന്ധ്യയായപ്പോൾ റോബസ്റ്റ പഴമാണ് നല്ല പഴുത്തത്, ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഓൾമോസ്റ്റ് എല്ലാം തന്നെ മൂപ്പര് കഴിച്ചു. അധികം മുഖത്തൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഡ്രസ്സിലൊന്നും അങ്ങനെ അധികം ആയൊന്നുമില്ല. നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ടീത്തറാണ്. ഇതിങ്ങനെ കടിച്ച് ഇരിക്കാൻ, പല്ല് വന്നതിൻ്റെ പേരിൽ അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇങ്ങനെ വായിലിട്ട് കടിച്ചാലും കുഴപ്പമില്ലാത്ത തരം മെറ്റീരിയലാണ്. സിലിക്കോൺ മെറ്റീരിയലിൻ്റെ ഒരു ടീത്തർ വാങ്ങിച്ചു. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് പല്ല് തേപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ, ഇത് ഇപ്പം തന്നെ തേപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇതാ കോംബോ പാക്കിനകത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ ബ്രഷ്, നല്ല സോഫ്റ്റായിട്ടുള്ള എന്താ പറയുക, ബ്രസിൽസാണ് കേട്ടോ അതിന്. ഇങ്ങനെ വെച്ച് നമുക്ക്, ഇതും സിലിക്കോൺ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ്. ഇതിനിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കേജൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ഇങ്ങനെ ഒരു മൂടിയുണ്ട്. പിന്നെ ഇതൊരു ഫീഡിങ് ബോട്ടിലാണ്. ഇത് പാലൊന്നും നമ്മളങ്ങനെ ഫീഡ് ചെയ്യില്ല. വെള്ളം, ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. വെള്ളമൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കിത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കണമെങ്കിൽ ഇതും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ വാങ്ങിച്ചതൊന്നും വേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളില്ലാത്തതാണെങ്കിൽ തിരിച്ച് കൊടുക്കണം എന്നോർത്താണ് ഓർഡർ ചെയ്തത്. വളരെ ചെറിയൊരു പ്രൈസിലൊക്കെ കിട്ടി കേട്ടോ. ഇതെല്ലാം കൂടെ 200 രൂപയിൽ താഴെയാണ് അതിൻ്റെ ഓഫർ കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര വർത്തിയായിട്ട് എനിക്ക് തോന്നി. മെറ്റീരിയൽ വൈസും ക്വാളിറ്റി ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. എങ്ങനെ ഉണ്ടാവും നോക്കാമെന്നാണ് കരുതിയത്. പക്ഷെ അത് നല്ലതായിരുന്നു. ഞാൻ റിവ്യൂസ് നോക്കിയപ്പോൾ എല്ലാം 5 സ്റ്റാർ റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങിച്ചവരൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ നല്ലൊരു പർച്ചേസായിട്ട് തോന്നി. ആർക്കെങ്കിലും ഇതിപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു പീസിന് വരെ ചിലപ്പോൾ 100 രൂപയിലും മേലെയൊക്കെ വരും, എന്തായാലും വരും. അപ്പോൾ ഇത് ഒരു നല്ല ഇതായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ, പക്ഷേ ഇതെനിക്കറിയാം, മൂത്ത ആൾക്കൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ ഹാൻഡിയാണ്, ഹെൽപ്ഫുള്ളാണ്. ഒരു നേരത്തിനുള്ള ഫുഡൊക്കെ എന്തായാലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഒന്ന് ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.